ഇടുക്കിയിൽ അഷ്ടലക്ഷ്മി യാഗം നടക്കാൻ പോകുന്നു. എന്താണ് അഷ്ടലക്ഷ്മി യാഗത്തിന്റെ പ്രത്യേകതകൾ? ഇടുക്കിയിൽ ഇതേവരെ യാഗം നടന്നിട്ടില്ല. ഇടുക്കിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യാഗം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ യാഗം ഭക്തൻ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ യജമാനനും ആചാര്യനും ഭക്തൻ തന്നെയാണ്. ആരാണോ യാഗം ചെയ്യാൻ വരുന്നത് അവൻ തന്നെയാണ് യാഗം ചെയ്യുന്നത്. പിന്നെ എല്ലാ യാഗങ്ങളും ലോക നന്മയ്ക്കായിട്ടുള്ളതാണ്. ഇവിടെ അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൗതിക ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി അതിനകത്ത് 8 ലക്ഷ്മികളെയാണ് പൂജിക്കുന്നത്. അപ്പോൾ ആ ധനം, ധാന്യം, ഗജം, അപ്പോൾ ഓരോ ലക്ഷ്മിയും നമ്മുടെ ഓരോ ഐശ്വര്യത്തെ തരും. അതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു യാഗം ആദ്യമായിട്ടാണ്. ഇപ്പൊ അങ്ങ് പറയുകയാണ് ഭക്തൻ തന്നെ പൂജ ചെയ്യുന്നു. അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഭക്തൻ അങ്ങനെ ചെയ്യാൻ സാധിക്കും? കാരണം അതിന്റെ മന്ത്രവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ താന്ത്രികപരമായ വിധാനങ്ങളുണ്ട്. ഇതൊക്കെ സാധാരണക്കാരെ അറിയാൻ വഴിയില്ല. അപ്പൊ എങ്ങനെയാണ് അത് അവരിലേക്ക് എത്തിക്കുക? എങ്ങനെയാണ് സാധിക്കുക? അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രദീക്ഷ കൊടുക്കും. അവർക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് ചെയ്ത് പഠിപ്പിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള ട്രെയിനിങ്സ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ചെയ്യാൻ വരുന്ന ആളുകൾക്ക്. കാരണം നമ്മുടെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ധാരാളം ആവശ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പ്രാർത്ഥനകളുടെ കുറവില്ല, ക്ഷേത്രങ്ങൾ കുറവില്ല. പക്ഷെ ഫലപ്രാപ്തി വളരെ കുറവാണ്. കാരണം എന്താ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അനുഗ്രഹം മേടിച്ച വിശപ്പ് മാറില്ല. ആരാണോ ജപിക്കേണ്ടത് ആ വ്യക്തിയാണല്ലോ ജപിക്കേണ്ടത്. എന്തൊക്കെയാണ് അഷ്ടലക്ഷ്മി മഹായാഗം ചെയ്യുന്നത് കൊണ്ട് ഒരു ഭക്തനുണ്ടാകുന്ന നന്മകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ? ഉദ്ദിഷ്ട കാര്യ പ്രാപ്തിയ എല്ലാ യാഗങ്ങളുടെയും ലക്ഷ്യം. ഇപ്പൊ നമ്മള് സോമയാഗം കണ്ടിട്ടുണ്ട്, അതിരാത്രം കണ്ടിട്ടുണ്ട്, വാജപേയം കണ്ടിട്ടുണ്ട്, അശ്വമേധ യാഗം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ലോകോപകാരാർത്ഥം. അതുപോലെ അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ ഉദ്ദേശം ലോകോപകാരാർത്ഥം തന്നെയാണ്. അപ്പൊ അവന്റെ കാര്യങ്ങളെ എങ്ങനെ അവന് ഗുണപ്രദമായ രീതിയിൽ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവന് ഉദ്ദിഷ്ട കാര്യ പ്രാപ്തി എങ്ങനെ ഉണ്ടാവും, അതിന് പറ്റുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ യാഗം. ഓരോ കുണ്ടത്തിലും ചെയ്ത ഓരോ ഫല, ഓരോ ദ്രവ്യം ഉപയോഗിച്ച ഓരോ ഫല. ഉദാഹരണത്തിന് ഇപ്പോൾ വിവാഹ തടസ്സം മാറുന്ന ഒരാളാണ് വരണമെന്ന് വിചാരിക്കുക, അവർക്ക് ത്രികോണകുണ്ടം. അത് വേറൊരാൾക്ക് ജോലിയുടെ തടസ്സമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വസ്തുദോഷം മാറണം. ഈ സമസ്തമായ പ്രശ്നങ്ങളെയും പരിഹരിക്കണം. അപ്പോൾ അഷ്ടദള കുണ്ടം എന്ന് പറയും. അപ്പൊ 8 ദളങ്ങളാണ്, 8 വശങ്ങളുള്ളൊരു കുണ്ടമാണ്. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ഈ യാഗം നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇടുക്കിയിൽ ഈ യാഗം നടത്താൻ തീരുമാനിച്ചത്? ഇടുക്കിയിൽ ഇതുവരെ നടന്നിട്ടില്ല. ഒന്ന് കാലാവസ്ഥ കൊണ്ട് വളരെ പ്രധാനമുള്ള, ഏറ്റവും നല്ല ഓക്സിജനുള്ള സ്ഥലം, ഏറ്റവും നല്ല വെള്ളമുള്ള സ്ഥലം. ഇതുപോലെ നമ്മൾക്ക് യാഗഭൂമിയായിട്ട് പറയുന്നത് പാഞ്ഞാള് മുതലിങ്ങോട് വേദസപ്രമൊക്കെ നടന്ന് നമുക്കറിയാൻ പറ്റും. ഈ പ്രദേശത്തേക്ക് മാത്രമാണ്. പണ്ട് അവിടെ യാഗം നടന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് മുനിയറകളുണ്ട്, ഇഷ്ടംപോലെ തപസ് ചെയ്തിരുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രദേശത്തെ കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. മുഴുവൻ ആളുകളെയും നമ്മുടെ സമൂഹത്തിന് എല്ലാ തരത്തിലും ഉൾക്കൊള്ളിക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മളുടെ വേണ്ടതായ കാര്യങ്ങൾ നടക്കണം. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടക്കുമ്പോൾ ആ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങിപ്പോകും. ഇവിടെ ഈ അഷ്ടലക്ഷ്മി മഹായാഗത്തിൽ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യാം, എങ്ങനെ നമ്മുടെ സമൂഹത്തിനെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, പണ്ടുണ്ടായിരുന്ന വ്യവസ്ഥയെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.